നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഇല്ല, പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മതി. ചേച്ചി നേരത്തെ എത്തിയോ? പിന്നെ എത്താതിരിക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടിയുടെ കല്യാണം അല്ലേ? ആ ശരി ശരി. ആ ചേട്ടാ, എന്നാ ഞങ്ങള് പോയിക്കോട്ടെ. അവരിങ്ങ എത്തിയില്ലല്ലോ മോനെ. ആ സമയം 9:30 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആന്റി. 10 കഴിഞ്ഞിട്ടാണല്ലോ മുഹൂർത്തം. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ഒരുക്കത്തിന്റെ കാര്യം ആന്റിക്ക് അറിയാലോ. കല്യാണത്തിനാണെങ്കിൽ പിന്നെ പറയും വേണ്ട. മോന്റെ ഹോട്ടലിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട്? കാരണമാകുമ്പോ ഒരു 10 മിനിറ്റ്. പിന്നെ രോഹിത്ത് ഒപ്പമുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഓടിച്ചിങ് എത്തിയോളൂ. എന്തായാലും മോന്റെ ഹോട്ടൽ ഉണ്ടായതൊരു സൗകര്യമായി. ബ്യൂട്ടീഷ്യൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ കിട്ടുമല്ലോ. ആ ശരിയാ. നോക്കേ അവരെത്ര, നമുക്ക് അവിടെ നിന്നാലോ? ഓ അതാണ്, ചൂടാണ് സഹിക്കാൻ പറ്റാത്ത. ദേ അവരിങ്ങ എത്തിയല്ലോ. ഇറങ്ങടി കള്ളിപ്പൂച്ച ഇങ്ങോട്ട്. അതിന്റെ ഇടയിൽ പേര് മാറ്റലൊക്കെ കിടന്നോ? ഞാൻ കള്ളിപ്പൂച്ചെന്ന് വിളിച്ചതാണോ? ആ എന്റെ പൊന്ന് വിഷ്ണുവേട്ടാ, ശാരികേച്ചിയുടെ കല്യാണത്തലേന്ന് രാത്രി ഇവൾ എന്ത് വീമ്പളത്തിലായിരുന്നു അറിയോ? കുഞ്ഞേച്ചി പറയട്ടെടി. കല്യാണം പോലുള്ള ബോറം പരിപാടികൾക്കൊന്നും ഇവളിപ്പോ ഇല്ല. പഠിച്ച് വലിയൊരു നിലയിലെത്തണം, സ്വന്തം കാലിൽ നിൽക്കണം, അത് കഴിഞ്ഞ് കല്യാണത്തെ പറ്റി ആലോചിക്ക പോലും ചെയ്യുള്ളൂന്ന് അല്ലടി? അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇത് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാന്ന്. ഒരു ചെക്കൻ പിന്നാലെ വന്നപ്പോഴേ പെണ്ണിന്റെ മനസ്സ് മാറിയത് കണ്ടില്ലേ? എന്റെ പൊന്നായ കള്ളി പൂച്ച. ഒന്ന് പോവും ചേച്ചി, ആ മേക്കപ്പ് പോവും. ഓ പോട്ടെ. എന്റെ പൊന്ന് ബ്രോ, ഇനി മുതൽ ഈ പണിക്ക് മാത്രം എന്നെ വിടല്ലേ. ഒരു മല പൊട്ടിച്ച് വേണമെങ്കിൽ ഈ കാൽക്ക കൊണ്ടുവന്ന് വയ്ക്കാം. പക്ഷേ പെണ്ണുങ്ങളെ കല്യാണത്തിന് ഒരുക്കി കൊണ്ടുവരാൻ സഹായിയായി നിൽക്കാൻ മാത്രം പറയല്ലേ ബ്രോ. പൊട്ട്, ചാന്ത്, കൺമഷി എല്ലാത്തിനും പിന്നാലെ ഓടി ഉത്സവപ്പറമ്പിൽ വളക്കച്ചവടം നടത്തുന്ന ആളുടെ ആ അവസ്ഥയിലായി ഞാനിപ്പോ. അയ്യടാ, ആനെ കൂടെ തടി പിടിപ്പിക്കാൻ ഇതിനേക്കാൾ എളുപ്പമോ? അത് ഒരാൾക്ക് മാത്രമാണോ? 3 എണ്ണത്തിനും വേണം മേക്കപ്പ്. കല്യാണം കഴിഞ്ഞതാന്ന് ഒരു വിചാരം പോലും ഇല്ല ഇതുങ്ങൾക്ക്. കല്യാണം കഴിഞ്ഞെങ്കിൽ എന്താ, കല്യാണം കൂടാൻ വരുന്നവര് പെണ്ണിന്റെ ചേച്ചിമാരെ നോക്കും. അവരിങ്ങനെ തിളങ്ങി നിന്ന അമ്മയ്ക്കൊരു ഗമയ. 3 സുന്ദരി കുട്ടികളുടെ അമ്മയാണെന്നുള്ള ക്രെഡിറ്റ്. അയ്യോ, അമ്മയ്ക്ക് കൂടെ കുറച്ച് മേക്കപ്പ് ഇടായിരുന്നു. അയ്യടാ, ഒന്ന് പോടി കിടന്ന്. അല്ല, ദീപക്കം വീട്ടുകാരെ എത്തിയില്ലേ മോനെ ഇതുവരെ? ഇല്ല, അതാ ഞാനും നോക്കുന്നത്. അത് പറഞ്ഞ പോലെ അവരാണല്ലോ ആദ്യം വരേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.